നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ലക്ഷ്യമിട്ട് SNDP യോഗവും NSSും വി.ഡി. സതീശനെതിരെ ഗുരുതര വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശനും ജി. സുകുമാരൻ നായരും ഇന്ന് നടത്തിയത്. വർഗീയതയുമായി ഏറ്റുമുട്ടി മരിച്ചാൽ വീരാളിപ്പെട്ട് പുതച്ച് കിടക്കുമെന്നായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. അതേസമയം സതീശനെതിരായ സമുദായ നേതാക്കളുടെ വിമർശനം ആയുധമാക്കുകയാണ് ഇപ്പോൾ ഭരണപക്ഷം. SNDP NSS ഐക്യം ആദ്യം പ്രകടമായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയായിരുന്നു. വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശനും ജി. സുകുമാരൻ നായരും ഇന്ന് നടത്തിയത്. ഇന്നലെ മുളച്ച തകരയായ വി.ഡി. സതീശൻ തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സതീശൻ വിചാരിച്ചാൽ SNDPയെ പിളർത്താനാവില്ലെന്നും വെള്ളാപ്പള്ളിയുടെ വിമർശനം. SNDP പ്രസ്ഥാനത്തെ തകർക്കുക, ഈഴവനെ തകർക്കുക, അതിനെ തളർത്തുക. ഈ മാന്യന്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വളരെ അല്ലാതെ തളർന്നിട്ടില്ല. പിളർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിളർന്നു പോയതല്ലാതെ ഇത് പിളർത്താൻ സാധിച്ചിട്ടില്ല. വർഗീയതയുമായി ഏറ്റുമുട്ടി മരിച്ചാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്നായിരുന്നു വി.ഡി. സതീശന്റെ മറുപടി. വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുതച്ച് കിടക്കും. പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല. സതീശനെ ഇങ്ങനെ അഴിച്ചുവിട്ടാൽ കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടുമെന്ന് ജി. സുകുമാരൻ നായർ. ഒരു സംശയമില്ല, ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും. താഴ്മയാണ് എന്നുള്ള വിചാരം നല്ലതെന്ന് വിചാരിച്ചോണം. താൻ വിമർശനങ്ങൾക്ക് അതീതനല്ലെന്നും വ്യക്തിപരമായ വിയോജിപ്പ് ആർക്കും പറയാമെന്നുമായിരുന്നു വി.ഡി. സതീശന്റെ പ്രതികരണം. പിന്നെ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല. സമുദായ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, സാംസ്കാരിക പ്രവർത്തകർക്ക്, എൻ്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് ഒക്കെ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ആ വിമർശനത്തിൽ കഴമ്പുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. അതേസമയം വി.ഡി. സതീശനെതിരായ SNDP NSS നേതൃത്വങ്ങളുടെ വിമർശനം ഭരണപക്ഷവും ആയുധമാക്കുകയാണ്. ഈ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാതീയമായ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി ഇവിടുത്തെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കാൻ കഴിയുമോ എന്ന ഒരു അടവാണ് ആ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഗണ്യമായ ജനവിഭാഗം പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ അദ്ദേഹം കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത് ചേരിതിരിവുണ്ടാക്കാൻ അപകടകരമായ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല. ഏത് നേതാവാണിത്? അങ്ങനെ വരുമ്പോൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ സംഘടിക്കും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.